നമസ്കാരം, എല്ലാവർക്കും ഇമ്മണി വലിയ കമ്പ്യൂട്ടിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ടെലിഗ്രാമിൻ്റെ പുതിയ അപ്ഡേറ്റിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. നമുക്കറിയാം, ടെലിഗ്രാം വാട്സപ്പിനെ അപേക്ഷിച്ച് ഒരുപാട് ഫീച്ചറുകളുള്ള, പ്രൈവസി അത്യാവശ്യം സംരക്ഷിക്കുന്ന ഒരുപാട് ഫീച്ചറുകളുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ മെസ്സേജിങ് ആപ്ലിക്കേഷനിൽ പുതുതായിട്ട് വന്ന അപ്ഡേറ്റ് ടേക്കിംഗ് ബാക്ക് ഓർ പ്രൈവസി ബാക്ക് എന്നുള്ളൊരു പേരാണ്. അതായത് പ്രൈവസിക്ക് കുറച്ചുകൂടി കരുതൽ കൊടുത്തുകൊണ്ടാണ് പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അൺസെൻഡ് എനിത്തിങ് എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം, വാട്സപ്പിലും ഈ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വാട്സപ്പിൽ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ സിനിമയിൽ പറയുന്ന പോലെ ഇത് വിളിച്ചവരായിരിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഡിലീറ്റഡ് മെസ്സേജ് എന്ന് എഴുതി കാണിക്കും. കാരണം ഡിലീറ്റ് ചെയ്താലും വലിയ ഉപകാരമൊന്നുമില്ല. എന്താ ഡിലീറ്റ് ചെയ്തെന്ന് ചോദ്യം ഇങ്ങോട്ട് വരും. എന്നാൽ ടെലിഗ്രാമിൽ അങ്ങനെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ യാതൊരു തെളിവും ശേഷിക്കുന്നില്ല, ഡിലീറ്റ് ചെയ്ത് പോകും. പക്ഷേ അത് 48 മണിക്കൂർ ഡിലീറ്റ് ചെയ്യാൻ പറ്റിയുണ്ടായുള്ളൂ. പക്ഷേ എന്നാൽ പുതിയ അപ്ഡേറ്റിൽ വന്നിരിക്കുന്നത് അങ്ങനെയല്ല. നമുക്ക് ടൈം ലിമിറ്റ് ഒന്നുമില്ല, എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഡിലീറ്റ് ചെയ്യാം. മാത്രമല്ല, നമ്മൾ അയച്ച മെസ്സേജ് മാത്രമല്ല, അയാൾ ഇങ്ങോട്ട് അയച്ച മെസ്സേജ് വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യാം. മാത്രമല്ല, ചാറ്റ് മൊത്തമായിട്ട് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ അടുത്ത അനോണിമസ് ഫോർവേഡ് ആണ്. ഇപ്പോൾ സാധാരണ ഒരു മെസ്സേജ് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ ആരാണ് അയച്ചതെന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ അയാളിലേക്ക് എത്തുമായിരുന്നു. അത് ഒഴിവാക്കാനുള്ളൊരു ഓപ്ഷൻ പ്രൈവസി സെറ്റിംഗ്സിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൊഫൈൽ പിക്ചർ. ടെലിഗ്രാമിൽ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള സംഗതിയായിരുന്നു, പ്രൊഫൈൽ പിക്ചറിന് നമുക്ക് പ്രൈവസി വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ ടെലിഗ്രാമിൽ ഒരാളുടെ യൂസർ നെയിം സെർച്ച് ചെയ്ത് ആർക്ക് വേണമെങ്കിലും ഒരാളുടെ അക്കൗണ്ടിൽ എത്തിപ്പെടാൻ പറ്റും. ഇപ്പോൾ ഏതെങ്കിലും പെൺകുട്ടികളുടെ പേര് സെർച്ച് ചെയ്താൽ തന്നെ ഏതെങ്കിലും പെൺകുട്ടികളുടെ അക്കൗണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ആളുകളുടെ ഫോട്ടോ നോക്കിയിട്ടാണ് ആളുകൾ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ ഫോട്ടോ ആരൊക്കെ കാണണമെന്ന് തീരുമാനിക്കുന്ന ഒരു ഓപ്ഷൻ ടെലിഗ്രാമിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ പ്രൈവസി അപ്ഡേറ്റിൽ അവരത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കോൺടാക്ട്സിന് മാത്രം കാണിക്കാം, അല്ലെങ്കിൽ എല്ലാവർക്കും കാണിക്കാം. അതുമല്ലെങ്കിൽ ആർക്കൊക്കെ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ കാണണ്ട എന്ന് നമുക്ക് തീരുമാനിക്കാം. ആ ഒരു ഓപ്ഷൻ വന്ന് വളരെ മികച്ചൊരു ഓപ്ഷൻ ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഈ ഒരു ഓപ്ഷൻസ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അൺസെൻഡ് എനിത്തിങ് എന്നുള്ളതാണ് ആദ്യ ഓപ്ഷൻ. ഇപ്പോൾ ഞാൻ ഒരു ചാറ്റ്, വേറെ ആളുമായിട്ടുള്ള ചാറ്റ് എടുക്കുകയാണ്. ഓക്കെ, ഞാൻ എന്നോട് തന്നെയാണ് ചാറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡിലീറ്റ് ചെയ്ത് നോക്കണം എന്നുള്ള മെസ്സേജ് ഞാൻ ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഓപ്ഷൻ വന്നു, ആൾസോ ഡിലീറ്റ് ഫോർ മുജീബ്. അയാൾക്കും കൂടി ഡിലീറ്റ് ചെയ്യണം. ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഡിലീറ്റ് ആയിപ്പോവും. ഇവിടെ ഞാൻ 2 അക്കൗണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഒറിജിനൽ അക്കൗണ്ട് ഇതാണ്. ഈ ഒറിജിനൽ അക്കൗണ്ടിൽ ഇപ്പോൾ ഹലോ ക്യാൻ ഡിലീറ്റ് ദിസ് മെസ്സേജ് എന്ന മെസ്സേജ് മാത്രമല്ല, മറ്റേ മെസ്സേജ് ഡിലീറ്റ് ആയിപ്പോയി. ഹലോ ക്യാൻ ഡിലീറ്റ് ദിസ് മെസ്സേജ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. വേറെ കുറേ മെസ്സേജ് ഇതിൽ കിടക്കുന്നുണ്ട്. എനിക്ക് വേണമെങ്കിൽ ഇവിടെ നിന്നും ഡിലീറ്റ് ചാറ്റ് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് ആൾസോ ഡിലീറ്റ് ഫോർ മുജീബ് ഡിലീറ്റ് ചാറ്റ് എന്ന് അടിച്ചാൽ ആ ചാറ്റ് മൊത്തം ഡിലീറ്റ് ആയി പോകും. ഇനി ഞാൻ മറ്റേ അക്കൗണ്ടിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ IBC അഡ്മിൻ എന്നുള്ള ആളൊരു ചാറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിലൊരു മെസ്സേജ് ഉണ്ടാവില്ല. നേരത്തെ മെസ്സേജ് ഉണ്ടായിരുന്നൊരു ചാറ്റാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് മറ്റാൾ അയച്ച മെസ്സേജും കൂടി ഡിലീറ്റ് ചെയ്യാവുന്ന ഒരു പ്രൊവിഷനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തീരുമാനിക്കുകയാണ് ഇയാളോട് ഞാൻ യാതൊരു ചാറ്റും നടത്തിയിട്ടില്ല എന്നാണെങ്കിൽ അങ്ങനെ പൂർണ്ണമായിട്ടും പ്രൈവസി കൊണ്ടുവരാനുള്ള ഉദ്ദേശം. ഇതിപ്പോൾ ഏത് നല്ല രീതിയിലാണോ അതോ നമുക്ക് ഒരു പക്ഷേ ഒരാൾ കാര്യം പറഞ്ഞത് പെട്ടെന്ന് തെളിവിനായിട്ട് സ്ക്രീൻഷോട്ട് എടുക്കേണ്ട അവസ്ഥയായിരിക്കും. പിന്നീട് ഈ പറഞ്ഞ മെസ്സേജ് നമുക്ക് വന്നിട്ടുണ്ടോ എന്ന് തെളിയിക്കാൻ യാതൊരു വകുപ്പില്ല. മറ്റൊരാൾ ഡിലീറ്റ് ചെയ്താൽ എല്ലായിടത്തും പോകുന്നൊരവസ്ഥയാണ്. ആക്ച്വലി അത് പ്രൈവസിയുമായി ബന്ധപ്പെട്ടിട്ടാണെന്ന് അവർ പറയുന്നത്. ഇതാണ് പ്രധാനപ്പെട്ട ഓപ്ഷൻ. അടുത്ത് പ്രൊഫൈൽ പിക്ചറാണ്. പ്രൊഫൈൽ പിക്ചർ മാറ്റുന്ന ഓപ്ഷൻ. അത് നമ്മൾ സെറ്റിംഗ്സ് എടുത്തു കഴിഞ്ഞാൽ പ്രൈവസി സെറ്റിംഗ്സിൽ തന്നെയാണ് കാണാൻ പറ്റുക. പ്രൈവസി സെക്യൂരിറ്റിയിലാണ് ഈ സെറ്റിംഗ്സ് എല്ലാം വരുന്നത്. ഫോർവേഡ് മെസ്സേജിൻ്റെ അതുപോലെ തന്നെ പ്രൊഫൈൽ പിക്ചർ എവരിബഡി എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ മൈ കോൺടാക്ട്സ് കൊടുത്താൽ മൈ കോൺടാക്ട്സിന് മാത്രമേ പ്രൊഫൈൽ പിക്ചർ കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നെവർ അലോ എന്നുണ്ട്, ആർക്കൊക്കെയാണ് അലോ ചെയ്യേണ്ടത്, ആർക്കൊക്കെ നമ്മുടെ ഫോട്ടോ കാണണ്ട എന്നുള്ളത് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ആഡ് യൂസേഴ്സ് എടുത്തിട്ട് നമുക്കത് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാം. ആർക്കൊക്കെയാണ് അലോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ഇതിൽ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇതാണ് കുറച്ചും കൂടി നല്ലൊരു ഓപ്ഷനായിട്ട് നല്ലൊരു ഫീച്ചറായിട്ട് തോന്നിയത്. ഇപ്പോൾ ഇതാണ്. പിന്നീട് ഇതിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റം സെറ്റിംഗ്സ് സെർച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സെറ്റിംഗ്സിൽ ഒരുപാട് ഓപ്ഷൻസ് വന്നതുകൊണ്ട് തന്നെ ഒരു സെറ്റിംഗ്സിൽ സെർച്ച് ബാർ മുകളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പ്രൈവസിയാണ്, ഇപ്പോൾ പ്രോക്സിയാണ് സെർച്ച് ചെയ്യണമെങ്കിൽ പ്രോക്സി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്രോക്സി സെറ്റിംഗ്സ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ട കാര്യമില്ല. പെട്ടെന്ന് അങ്ങനെ ഓരോ സെറ്റിംഗ്സും തിരഞ്ഞെടുക്കാനുള്ള ഒരു സെർച്ച് ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കുറച്ചും കൂടി എളുപ്പമാണ് കാര്യങ്ങൾ. പിന്നീട് വന്നിട്ടുള്ളത് ഇമോജി സെർച്ചിനാണ്. ഇപ്പോൾ നമുക്ക് ഒരാളുടെ ചാറ്റ് ചെയ്യുന്ന സമയത്ത് ഇമോജീസ് നമുക്കിങ്ങനെ ഇടാവുന്ന ഓപ്ഷൻ ഉണ്ട്. ഇമോജീസ് ഇടുന്ന സമയത്ത് നമുക്ക് ഓരോന്ന് തിരഞ്ഞ് കണ്ടുപിടിക്കും. ഇപ്പോൾ ലവ് ചിഹ്നമാണെങ്കിലും വേറെ എന്തെങ്കിലും ചിരിക്കുന്നതൊക്കെ ആണെങ്കിൽ തിരഞ്ഞ് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് മാറ്റിയിട്ട് സെർച്ച് ഇമോജി എന്നുള്ളൊരു സാധനം ഇവിടെ കൊണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിവിടെ ലോഫ് എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ലോഫിങ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിരിക്കുന്ന സ്മൈലി എനിക്ക് കിട്ടും. ഇപ്പോൾ ക്രൈ എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ കരയുന്ന ഇമോജികൾ കിട്ടും. ലവ് എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിലോ ലവുമായി ബന്ധപ്പെട്ട ഇമോജികൾ കിട്ടും. അപ്പോൾ അങ്ങനെ ഇമോജി സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട്. ഇതാണ് പ്രധാനമായിട്ടും വന്നിട്ടുള്ള ടെലിഗ്രാമിൽ വന്നിട്ടുള്ള പുതിയ മാറ്റങ്ങൾ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടെലിഗ്രാമിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആ താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്ത് തരിക. നിങ്ങളുടെ കൂട്ടുകാരെ കൊണ്ടും സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. അപ്പോൾ എന്തായാലും മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.